Okay, so finally Realme പുതുപുത്തൻ 7 സീരീസ് Realme 7 Realme 7 Pro ഫോണുകൾ ലോഞ്ച് ചെയ്തു. ഒരുപാട് നല്ല എക്സൈറ്റിംഗ് അപ്ഗ്രേഡ്സും എക്സൈറ്റിംഗ് സ്പെസിഫിക്കേഷൻസുമായിട്ടാണ് ഈ രണ്ട് ഫോണുകൾ വന്നിരിക്കുന്നത്. സോ ഈ രണ്ട് ഫോൺസിൻ്റെ ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻസും പിന്നെ ഡീറ്റെയിൽ ചെറിയൊരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് നിതിൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഫസ്റ്റ് Realme 7. സോ Realme 7ന്റെ ഡിസൈൻ നോക്കിയാൽ AG സ്പ്ലിറ്റ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മുടെ ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ ശരിക്കും പോകുന്നത് ക്യാമറ മോഡ്യൂളിൻ്റെ സെൻറ്ററിലൂടെയാണ്. സോ ആ ഒരു സ്പ്ലിറ്റ് ഡിസൈൻ ഉണ്ട്. മറ്റ് ഡീറ്റെയിൽസ് ഒന്നും Realme പറഞ്ഞിട്ടില്ല. മോസ്റ്റ്ലി എക്സാക്ട്ലി Realme 6 പോലെ തന്നെ ആയിരിക്കും Realme 7ഉം. ബാക്ക് പ്ലാസ്റ്റിക് ആയിരിക്കും. വെയിറ്റും തിക്നെസ് ഒന്നും അറിയില്ല. രണ്ട് കളർ വേരിയൻസിലാണ് വരുന്നത്, മിസ്റ്റ് വൈറ്റും പിന്നെ മിസ്റ്റ് ബ്ലൂ. ഡിസ്പ്ലേ നോക്കിയാലും എക്സാക്ട്ലി സെയിം ഡിസ്പ്ലേ ആണ് Realme 7ലും Realme 6 വെച്ച് നോക്കുമ്പോൾ. IPS LCD ഡിസ്പ്ലേ ആണ്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. 120 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് കിട്ടുന്നുണ്ട്. ഫുൾ HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ്. 90.5% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. 480 നിറ്റ്സിൻ്റെ മാക്സ് ബ്രൈറ്റ്നസ്സും കിട്ടുന്നുണ്ട്. പ്രൊസസ്സറിൻ്റെ കാറ്റഗറിയിൽ ഒരു അപ്ഗ്രേഡ് ഉണ്ട്. വേൾഡ്സ് ഫസ്റ്റ് ഫോൺ വിത്ത് MediaTek Helio G95 ചിപ്സെറ്റ് ആണ് Realme 7. സോ ലോകത്തിലെ ഫസ്റ്റ് ഫോണാണ് ഈ ഒരു ചിപ്സെറ്റ് കൊണ്ടുവരുന്നത്. പക്ഷേ അത്രയും വലിയ അപ്ഗ്രേഡ് ഒന്നുമല്ല MediaTekൻ്റെ Helio G90T വെച്ച് നോക്കുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ കോർസ് ഉണ്ടല്ലോ, രണ്ടിലും എക്സാക്ട്ലി സെയിം A76 കോറും A55 കോർസ് ആണുള്ളത്. രണ്ടിൻ്റെയും ടോപ്പ് ക്ലോക്ക് സ്പീഡ് 2.05 GHz ആണ്. വ്യത്യാസം വരുന്നത് ഇതിൻ്റെ GPUയിലാണ്. സോ 100 MHz കൂടുതൽ ക്ലോക്ക് സ്പീഡ് ഉണ്ട് G95ൻ്റെ GPUയിൽ. സോ 800 MHz ആയിരുന്നു G90Tൻ്റെ GPUവിൻ്റെ ക്ലോക്ക് സ്പീഡ്. 900 MHz ആണ് G95ൻ്റെ GPUയിൽ. സോ അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല. സോ ഈ ഒരു മാറ്റം കാരണം ചെറിയൊരു അന്തുത്തുവിൻ്റെ സ്കോറിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പം 3 lakh എത്തിയിട്ടുണ്ട്. സോ Realme 6ലുണ്ടായിരുന്ന G90Tൻ്റെ ഒരു അന്തുത്തു സ്കോർ നോക്കിയാൽ 2,90,000 ആയിരുന്നു. പക്ഷേ ഇപ്പം അത് 3 lakh എത്തിച്ചു. അത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, Realme 6ൽ നല്ല ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് Realme മനസ്സിലാക്കിയതുകൊണ്ട് ഇപ്പം കാർബൺ ഫൈബർ കൂളിംഗ് കിട്ടുന്നുണ്ട്. സോ Realme X2 Proയിൽ ഉള്ള അതേ രീതിയിലുള്ള ഒരു കാർബൺ ഫൈബർ കൂളിംഗ് സിസ്റ്റം Realme 7ലും Realme ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു പ്രൊസസ്സറിൻ്റെ പവറും പിന്നെ ഈ ഒരു കൂളിങ്ങിൻ്റെ പെർഫോമൻസ് ഒക്കെ നമുക്ക് ഫോൺ കിട്ടിയാലേ അറിയാൻ പറ്റുള്ളൂ. റാം സ്റ്റോറേജ് വേരിയൻസ് നോക്കിയാൽ 6GB 64GB പിന്നെ 8GB 128GB. സോ ഒരു 4GBൻ്റെ ഒരു ഓപ്ഷൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. സോ നിങ്ങൾ ബേസ് വേരിയൻറ്റ് വാങ്ങിച്ചാലും Realme 7 നിങ്ങൾക്ക് ഇപ്പം ഇത്തവണ 6GB കിട്ടുന്നുണ്ട്. റിയർ ക്യാമറ നോക്കിയാൽ മേജർ അപ്ഗ്രേഡ് എന്ന് പറയുന്നത് 64 മെഗാപിക്സലിൻ്റെ ഐസോസെൽ GW1, സാംസങ്ങിൻ്റെ ഐസോസെൽ GW1 എടുത്ത് മാറ്റി ഇവരിട്ടിരിക്കുന്നത് സോണിയുടെ IMX682 ആണ്. ഈ ഒരു പ്രൈസ് പോയിന്റ്, അതായത് 15,000 താഴെയുള്ള പ്രൈസ് പോയിന്റിലും സോണിയുടെ IMX682 കിട്ടുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. ബാക്കി ക്യാമറാസിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സോ മിക്കവാറും 8 മെഗാപിക്സൽ +2+2 ആയിരിക്കും. റൂമേഴ്സിലും ലീക്സിലും വന്നതുപോലെ തന്നെ 8+2+2 ആയിരിക്കും. 8 മെഗാപിക്സലിൻ്റെ അൾട്രാവൈഡ് പിന്നെ 2 മെഗാപിക്സലിൻ്റെ മാക്രോ +2 മെഗാപിക്സലിൻ്റെ ഡെപ്ത്. ചില ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സും കൂടെ വരുന്നുണ്ട്. സോ നമ്മൾ Realme X3ൽ കണ്ട സ്റ്റാറി മോഡ് ഉണ്ടല്ലോ, ആ സ്റ്റാറി മോഡ് Realme 7ലും വരുന്നുണ്ട്. Realme രണ്ട് ഫോൺസിലുണ്ട്, 7ലും 7 Proയിലും. പിന്നെ പ്രോ നൈറ്റ് മോഡ് ഉണ്ട്, നൈറ്റ് ഫിൽറ്റേഴ്സ് ഉണ്ട്, അൾട്രാ വൈഡ് വീഡിയോൻ്റെ ഓപ്ഷനും വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ Realmeയുടെ സൈഡിൽ നിന്നുള്ള അൾട്രാ ഇമേജ് സ്റ്റെബിലൈസേഷൻ UISും കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ എക്സാക്ട്ലി സെയിം Realme 6ൽ ഉള്ളതുപോലെ 16 മെഗാപിക്സലിൻ്റെ ആണ് ഫ്രണ്ട് ക്യാമറ. ബാറ്ററി ആൻഡ് ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാലും അപ്ഗ്രേഡ് ഉണ്ട്. ചാർജിങ് സ്പീഡ് സെയിം ആണ്, 30 വാട്ടിൻ്റെയാണ് ഫാസ്റ്റ് ചാർജർ. പക്ഷേ ബാറ്ററി കപ്പാസിറ്റി കൂട്ടിയിട്ടുണ്ട്. 4300 mAh ആയിരുന്നു Realme 6ൽ. ഇത്തവണ Realme 7ൽ 5000 mAhൻ്റെ ആണ് ബാറ്ററി. Realme പറയുന്നതനുസരിച്ച് 65 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ കഴിയും. മറ്റു ചില ഫീച്ചേഴ്സ് നോക്കിയാൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. സോ ആ സെയിം എക്സാക്ട്ലി Realme 6ൽ ഉണ്ടായിരുന്ന എക്സാക്ട്ലി സെയിം സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്. സോ ഇതായിരുന്നു Realme 7ൻ്റെ സ്പെസിഫിക്കേഷൻസ്. നെക്സ്റ്റ് നമുക്ക് Realme 7 Proൻ്റെ സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽസും നോക്കാം. 8.7 mm ആണ് തിക്നെസ്. കഴിഞ്ഞ തവണ 8.9 ആയിരുന്നു. അതേ സമയത്ത് വെയിറ്റ് നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. സോ കഴിഞ്ഞ തവണ Realme 6 Pro ഏകദേശം 200 gram ആയിരുന്നു. ഇത്തവണ 182 gram, അതായത് 182 ഗ്രാമേ ഉള്ളൂ. സോ അത് നല്ലൊരു അഡ്വാൻസ്മെൻറ്റ് അല്ലെങ്കിൽ നല്ലൊരു റിഡക്ഷൻ ഇൻ വെയിറ്റ് ആണ്. ഇതിൻ്റെ ബാക്കിലും ആൻറ്റി ഗ്ലെയർ ഡിസൈൻ ആണ്. അതിനോടൊപ്പം തന്നെ ഇത് രണ്ട് കളർ വേരിയൻസിലാണ് വരുന്നത്, മിറർ സിൽവർ ആൻഡ് മിറർ ബ്ലൂ. ഡിസ്പ്ലേൻ്റെ കാറ്റഗറിയിൽ കംപ്ലീറ്റ് മാറ്റമാണ് വന്നിരിക്കുന്നത്. സോ LCD ഡിസ്പ്ലേ എടുത്ത് മാറ്റിയിട്ട് ഇത്തവണ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. പക്ഷേ നോർമൽ റിഫ്രഷ് റേറ്റ് ആണ് 60 ഹെർട്സിന്. സോ കഴിഞ്ഞ അവിടെ ഉണ്ടായിരുന്നത് 6.0
6 ഇഞ്ചിൻ്റെ LCD 90 ഹേർട്സ് ആയിരുന്നു. ഇത്തവണ വന്നിരിക്കുന്നത് 6.4 ഇഞ്ചിൻ്റെ സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേ ആണ് അറ്റ് 60 ഹേർട്സ്. ഫുൾ HD+ റെസൊല്യൂഷൻ ഉണ്ട്. അതിനോടൊപ്പം തന്നെ 90.8% സ്ക്രീൻ ടു ബോഡി റേഷ്യോ. പ്രൊസസ്സറിൻ്റെ മേഖലയിൽ മാറ്റങ്ങളൊന്നുമില്ല, എക്സാക്ട്ലി സെയിം. ക്വാൾകോമിൻ്റെ തന്നെ സ്നാപ്ഡ്രാഗൺ 720G പ്രൊസസ്സറാണ് ഇതിൽ വന്നിരിക്കുന്നത്. Adreno 618 ആണ് GPU. 2.3 GHz ടോപ്പ് ക്ലോക്ക് സ്പീഡാണ് ഉള്ളത്. 2 RAM സ്റ്റോറേജ് വേരിയൻസേ ഉള്ളൂ. ഇത്തവണ 6GB 64GB എന്നൊരു RAM സ്റ്റോറേജ് വേരിയൻ്റ് ഇല്ല. സ്റ്റാർട്ടിംഗ് തന്നെ 6GB 128GB 8GB 128GB ആണ് ടോപ്പ് വേരിയൻറ്റ്. ഡെഡിക്കേറ്റഡ് ആയ മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ട് കിട്ടുന്നുണ്ട്. LPDDR4X RAM ആണ്. UFS 2.1 ആണ് സ്റ്റോറേജ്. പിന്നെ റിയർ ക്യാമറ സെറ്റപ്പ് നോക്കിയാൽ ഇതിലും അപ്ഗ്രേഡ് ഉണ്ട്. എക്സാക്ട്ലി സെയിം റിയർ ക്യാമറ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. Realme 7 വെച്ച് നോക്കുമ്പോൾ Realme 7 Proയിലും എക്സാക്ട്ലി സെയിം റിയർ ക്യാമറ സെറ്റപ്പ് ആണ്. ലോഞ്ച് ഇവൻറ്റിൽ പ്രൈമറി സെൻസറിനെ കുറിച്ച് മാത്രമേ സംസാരിച്ചുള്ളൂ Realme. പിന്നെ സെക്കൻഡും തേർഡ് ഫോർത്ത് ക്യാമറാസ് ഏതൊക്കെയാണെന്ന് അറിയില്ല. സോ മിക്കവാറും ലീക്സ് അനുസരിച്ച് വന്നത് 64+, 8+, 2+2 ആയിരിക്കും ഇതിലും Realme 7 Proയിലും. സോ ഇതിലും 64 മെഗാപിക്സലിൻ്റെ സോണിയുടെ IMX682 ആണ് വരുന്നത്. ഇതിലും ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. സ്റ്റാറി മോഡുണ്ട്, പ്രോ നൈറ്റ് മോഡുണ്ട്, നൈറ്റ് ഫിൽറ്റേഴ്സ് കിട്ടുന്നുണ്ട്, അൾട്രാ നൈറ്റ് സ്കേപ്പ് വീഡിയോ ഉണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോയിലും നൈറ്റ് മോഡ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. സോ അഡീഷണൽ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി, ഗ്രെയിൻസ് ഒക്കെ കുറഞ്ഞ് കിട്ടും. പിന്നെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഫീച്ചറാണ് AI കളർ പോർട്രേറ്റ്. സോ നിങ്ങൾ പോർട്രേറ്റ് വീഡിയോ എടുക്കുമ്പം നിങ്ങളുടെ സബ്ജക്റ്റിൽ മാത്രമേ കളർ കാണുള്ളൂ. ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് ഒരു ഗ്രേ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. ഫ്രണ്ട് ക്യാമറ എക്സാക്ട്ലി സെയിം 32 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. മറ്റു ചില ഫീച്ചേഴ്സ് നോക്കിയാൽ കഴിഞ്ഞ തവണ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആയിരുന്നു Realme 6 Proയിൽ. പക്ഷേ ഇത്തവണ സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് ഇതിൽ വരാൻ പോകുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആണ്. നെക്സ്റ്റ് അപ്ഗ്രേഡ് ആണ് സ്പീക്കേഴ്സിൽ. സോ കഴിഞ്ഞ തവണ സിംഗിൾ സ്പീക്കർ ആയിരുന്നു, സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കർ ആയിരുന്നു. ഇത്തവണ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ വന്നിട്ടുണ്ട്. ഡോൾബി ആറ്റ്മോസിൻ്റെ സപ്പോർട്ട് ഉണ്ട്. അത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ഇത്തവണയും ഡോൾബി ആറ്റ്മോസിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ബാറ്ററിയുടെ സൈഡിൽ ചെറിയൊരു അപ്ഗ്രേഡ് ആണ്. 200 mAh കൂടുതലാണ് കിട്ടുന്നത്. സോ 4300 mAh ബാറ്ററി എടുത്ത് മാറ്റി 2250 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. സോ ടോട്ടൽ ഓഫ് 4500 mAh ബാറ്ററിയാണ്. ചാർജിങ് കിട്ടുന്നത് സൂപ്പർ ഡാർട്ട് ചാർജിങ് ആണ്. അതായത് 65 വാട്ടിൻ്റെ നമ്മൾ Realme X2 Proയിലൊക്കെ കാണുന്ന 65 വാട്ടിൻ്റെ ചാർജിങ് ആണ് നമുക്ക് ഇത്തവണ ഈ ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റിൽ കാണാൻ കഴിയുന്നത്. സോ ഈ 65 വാട്ടിൻ്റെ ചാർജർ യൂസ് ചെയ്തുകൊണ്ട് ഈ 2 ബാറ്ററികൾ പാരലലാണ് ചാർജ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 0 to 100%, അതായത് ഫുൾ ചാർജ് ചെയ്യാൻ എടുക്കാൻ പോകുന്നത് വെറും 34 മിനിറ്റ് ആണ്. അങ്ങനെയാണ് Realme പറയുന്നത്. വെറും 3 മിനിറ്റിൻ്റെ ചാർജ് കൊണ്ട് നിങ്ങൾക്ക് 2.5 മണിക്കൂർ യൂട്യൂബ് കാണാൻ കഴിയും, 2 മണിക്കൂർ ഇൻസ്റ്റാഗ്രാമും, പിന്നെ 1 മണിക്കൂറിൻ്റെ ഗെയിമിങ് ചെയ്യാൻ കഴിയും. പിന്നെ Realme പറയുന്നതനുസരിച്ച് ഈ ഒരു ഫോണിന് TUV റിൻലാൻഡിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടിയ ഒരു ഫോണാണ്. ഫസ്റ്റ് ഫോണാണ്, കംപ്ലീറ്റ് ഫോണാണ് സർട്ടിഫിക്കേഷൻ കിട്ടിയിരിക്കുന്നത്. നോർമലി ഡിസ്പ്ലേ അല്ലെങ്കിൽ ബാക്ക് കേസ് അങ്ങനെ ഓരോരോ സെഗ്മെൻറ്റിനാണ് കിട്ടുന്നത് ഈ സർട്ടിഫിക്കേഷൻ. പക്ഷേ Realme 7 Pro ഫസ്റ്റ് ഫോണാണ് വിത്ത് കംപ്ലീറ്റ് സർട്ടിഫിക്കേഷൻ ഫോർ ഫോൺ. സോ മെയിൻലി ഒരു ഫോണിൻ്റെ പല പല രീതിയിലുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് Realme 7ൻ്റെയും Realme 7 Proൻ്റെയും പ്രൈസും പിന്നെ ലോഞ്ചിങ് ഡീറ്റെയിൽസ് നോക്കാം. സോ Realme 7ൽ 2 വേരിയൻസ് ആണ്. Realme 7 Proയിലും 2 വേരിയൻസ് ആണ് ഉള്ളത്. സോ Realme 7ൻ്റെ 2 വേരിയൻസ്, അതായത് 6GB 64GB പിന്നെ 8GB 128GB ആണ്. സോ 6GB 64GBയുടെ പ്രൈസ് ആണ് 14,999 rupees. പിന്നെ 8GB 128GBൻ്റെ ആണ് 16,999 rupees. Realme 7 Proൻ്റെയും 2 വേരിയൻസ് ആണുള്ളത്. 6GB 128GB 8GB 128GB. 6GB 128GBയുടെ പ്രൈസ് ആണ് 19,999 rupees. 8GB 128GBയുടെ പ്രൈസ് ആണ് 21,999 rupees. സോ ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് ജസ്റ്റ് ബിലോ 20,000 ആണ്. ഈ 2 ഫോൺസിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്കും നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ, നിങ്ങളുടെ ഒരു തോട്ട്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മടിക്കേണ്ട. എന്തായാലും എഴുതി അറിയിച്ചോളൂ. ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഓക്കെ ആയി ഫീൽ ചെയ്തു, ഓവർ പ്രൈസ്ഡ് ആണോ അതോ കറക്റ്റ് പ്രൈസ് ആണോ, പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന Realme 7ലും 7 Proയിലും വന്നിരിക്കുന്ന അപ്ഗ്രേഡ്സ് ഒക്കെ കറക്റ്റ് അപ്ഗ്രേഡ്സ് ആണോ, നിങ്ങൾ പ്രതീക്ഷിച്ച അപ്ഗ്രേഡ്സ് ആണോ, എല്ലാം നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക, എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ, this is your friend Mr. Perfect Tech signing off. Goodbye.